ഒരു ഹദീസും ആ വിഷയത്തിലില്ല. ഞാൻ വായിച്ചു കൊട്ടക്കണക്കിന് ഹദീസുകളിൽ നിന്ന് 1-2 ഉദാഹരണങ്ങൾ. സഹോദരന്മാരെ, ആ വിഷയത്തിൽ അത് മതി എന്നുള്ള നിലയ്ക്കാണ് ഈ സംസാരത്തിൽ ആ ഭാഗം മാത്രം ഞാൻ വെച്ചത്. അതുകൊണ്ട് മുജാഹിദുകളുടെ സലഫികളുടെ പരിപാടി കേൾക്കരുത്, അവർ മേൽപോട്ട് കെട്ടുന്നവരാണ് എന്ന് വാദിച്ച ഉസ്താദ് അദ്ദേഹത്തിന്റെ പ്രഭാഷണം അധികമൊന്നും നടത്തിയിട്ടില്ല. 1-2 കാര്യങ്ങൾ മാത്രം പറഞ്ഞ് അദ്ദേഹം പെട്ടെന്ന് ഒരു മൂത്രക്കല്ലിന്റെ അസുഖമുണ്ടോ എന്നും പറഞ്ഞ് വേറൊരു പരിപാടി മുമ്പ് ഏറ്റു എന്നൊക്കെ പറഞ്ഞ് വല്ല തടിവിട്ടിട്ടുണ്ട്. സഹോദരന്മാരെ, അദ്ദേഹത്തിന്റെ അസുഖത്തെ ഞാൻ പരിഹസിച്ചതല്ല. സ്റ്റോണിനെ സംബന്ധിച്ചിടത്തോളം അള്ളാഹുവിന്റെ പരീക്ഷണമാണ്. പക്ഷെ ആ കല്ലുണ്ടായിട്ടും ഈ കല്ല് വെച്ച നുണ ആ ഉസ്താദ് പറഞ്ഞല്ലോ. അതുകൊണ്ട് പ്രമാണങ്ങൾ വെച്ച് ഈ നാട്ടിലെ നല്ലവരായ ശ്രോതാക്കളോട് അത് പറഞ്ഞു കൊടുക്കാതെ നിവൃത്തിയില്ല എന്നതുകൊണ്ടാണ് സഹോദരങ്ങളെ ആ ഭാഗം ഞാൻ നിങ്ങളുടെ മുമ്പിൽ വെച്ചിട്ടുള്ളത്. രണ്ടാമതായി അദ്ദേഹം പറഞ്ഞത് കാരണവന്മാരെയൊക്കെ തള്ളിക്കളയുന്നവരാണ് മുജാഹിദുകൾ, അതുകൊണ്ടും അവരുടെ പരിപാടി കേൾക്കരുത്. സക്കരിയ സ്വലാഹിയുടെ പ്രഭാഷണം കേട്ട ഇകയിലെയും എപിയിലെയും അതേപോലെ തന്നെ ഹനഫികളിലെയും ഒക്കെയുള്ള സുന്നി പ്രവർത്തകരോടാണ് കേൾക്കരുതേ എന്ന് പറയുന്നത്. സഹോദരന്മാരെ, അതുകൊണ്ട് തന്നെ അതിനുള്ള കാരണമായി അദ്ദേഹം ഒന്നാമതായി പറഞ്ഞത് ഞാൻ പറഞ്ഞു കഴിഞ്ഞു. രണ്ടാമത്തെ കാരണം കാരണവന്മാരെ എതിർക്കുന്നവരാണ്. അതിനദ്ദേഹം പറഞ്ഞത് മൗലിദിനെ എതിർക്കും, അതേപോലെ തന്നെ ദിക്റുകളെ എതിർക്കും, സ്വലാത്തുകളെ എതിർക്കും, ഇങ്ങനെയുള്ള പലതിനെയും എതിർക്കുന്നവരാണ് മുജാഹിദുകൾ എന്ന. അതുകൊണ്ട് മൗലിദിനെ റാത്തീബിനെ പോലുള്ള കാര്യങ്ങളൊക്കെ എതിർത്താൽ ആയത്തോതിയിട്ട് ഹിദായത്തിന്റെ മാർഗം ഇതാണെന്ന് നബി തങ്ങളുടെ മാർഗത്തിൽ നിന്ന് തെറ്റിയിട്ട് ഹിദായത്തിന്റെ മാർഗമായ മുഅ്മിനീങ്ങളുടെ മാർഗത്തിൽ നിന്ന് മാറി നിന്നാൽ അവനെ തിരിഞ്ഞേടത്തേക്ക് തിരിച്ചുവിടുമെന്ന് അള്ളാഹ് പറഞ്ഞ ആയത്തോതിയിട്ട് ഇതാണ് മുജാഹിദുകൾ, അതുകൊണ്ട് അവരുടെ പിന്നാലെ പോവണ്ട, അള്ളാഹു അവരുടെ കൂടെ നമ്മെ അങ്ങ് പിരിച്ചുവിടുമെന്ന് പറഞ്ഞ് വല്ല അങ്ങ് തടി സലാമത്താക്കി. പക്ഷെ അദ്ദേഹം പോയിക്കോട്ടെ, ആ ആയത്ത് സഹോദരന്മാരെ ആർക്കാണ് യോജിക്കുന്നത്? ആ പറഞ്ഞ തിരിഞ്ഞേടത്തേക്ക് തിരിച്ചുവിടുക, ഹിദായത്തിന്റെ റൂട്ടിൽ നിന്ന് മനഃപൂർവ്വം തെറ്റിപ്പോവുക എന്നത് ആർക്കാണ് ബാധിക്കുന്നത്? സഹോദരങ്ങളെ, ഞാൻ പറയാം. ഇവർ ഓതിപ്പടിക്കുന്ന പള്ളി ദർസിലെ കിതാബിൽ അദിക്കിയ എന്ന് പറയുന്ന കിതാബ്, പദ്യരൂപത്തിലുള്ള ആ കിതാബിൽ സഹോദരന്മാരെ എഴുതി വെച്ചിട്ടുണ്ട്, ഏത് വിഷയത്തിലും തർക്കമുണ്ടായാൽ അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ റൂട്ട് ഇത്തിബായി ചെയ്യലാണ് പരിപൂർണമായ വിജയത്തിന്റെ ത്വരീഖത്തെന്ന് അവർ എഴുതി വെച്ചിട്ടുണ്ട്. ഇതിലാ ദലീല അല ത്വരീഖി ഇലൽ ഇലാ ഇല്ലാ മുതാബഅത്തുർ റസൂലിൽ മുക്മില ഫി ഹാലിഹി വഫഅലിഹി വമഖാലിഹി വതതബഅൻ വതബിഅൻ ലാ തഅദിലാ. നമ്മുടെ നേതാവിന്റെ വാക്കാലും പ്രവൃത്തിയാലും മൗനാനുവാദത്താലും വന്നിട്ടുള്ള എന്തൊക്കെ ചര്യകളുണ്ടോ അതുപോലെ ഇത്തിബായി ചെയ്യലാണ് യഥാർത്ഥത്തിൽ വിജയിച്ച കക്ഷികളുടെ മാർഗമെന്ന്. അതുകൊണ്ട് പ്രമാണങ്ങളിലേക്ക് മടങ്ങലാണ് വാചകമെന്ന് പള്ളി ദർസിൽ ഓതി പഠിച്ചൊരു കിതാബിൽ ഈ ഹനഫികളും ഷാഫികളും അതേപോലെ തന്നെ മാലിക്കികളും ഈഖകളും അതേപോലെ തന്നെ സംസ്ഥാനങ്ങളും അതേപോലെ തന്നെ എപികളും എല്ലാ വിഭാഗം സുന്നികളും ഓതി പഠിച്ചതാണ്. പക്ഷെ അതോടുകൂടി തീർന്നില്ല. അവരൊക്കെ ഓതിപ്പടിച്ച ഇവിടെ വന്ന നൗഷാദ് അഹ്സനിയും മുടിപോരിശ ഷാറെ മുബാറക് പറഞ്ഞ ഫൈസൽ അഹ്സനിയും ഇനി ഒരുപാട് ആലിമീങ്ങളോട് ഇരിക്കുന്നുണ്ട്. ചോദ്യത്തിനനുസരിച്ച് അവർ ഇടപെടൂ എന്ന് പറഞ്ഞ് ഇടപെടാതിരുന്ന ആലിമീങ്ങളും ഇടപെട്ട ചില ആലിമീങ്ങളും സഹോദരന്മാരെ പറഞ്ഞ എല്ലാ ജാതികളും ഓതിപ്പടിച്ച വേറൊരു കിതാബുണ്ട്. ഏതാണത്? ആ കിതാബ് ഓതിയവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഖുർആൻ പ്രശ്നമല്ല, ഹദീസ് പ്രശ്നമല്ല, പ്രമാണങ്ങൾ പ്രശ്നമല്ല, അവർക്ക് മദ്ഹബിന്റെ കിതാബിൽ ഒതുങ്ങിക്കൂടാനേ പറ്റൂ. അങ്ങനെ ഒരു കിതാബ് ഉണ്ടാവോ? എന്റെ മാന്യ സഹോദരങ്ങൾ, മുത്തഅല്ലിമീങ്ങൾ, അതേപോലെ തന്നെ ആലിമീങ്ങൾ എന്റെ സംസാരം കേൾക്കുന്നുണ്ടല്ലോ. അവരൊക്കെ ഓതി പഠിച്ച പള്ളി ദർസിലെ ഖുർആൻ വ്യാഖ്യാന ഗ്രന്ഥമാണ്. നഹ്വിന്റെയും സർഫിന്റെയും ഒക്കെ കിതാബ് ഓതി കഴിഞ്ഞാൽ ഉസ്താദുമാര് മുത്തഅല്ലിമീങ്ങളെ കുറിച്ച് റയിൽമ കയറിയിട്ടുണ്ട്, കിതാബ് തിരിഞ്ഞു തുടങ്ങിയിട്ടുണ്ട് എന്ന് ബോധ്യപ്പെടുമ്പോ ഓതി കൊടുക്കുന്ന കിതാബാണ് തഫ്സീറു ജലാലൈനി. ഇമാം ജലാലുദ്ദീൻ സുയൂത്തിയും ജലാലുദ്ദീൻ മഹല്ലിയും കൂടി എഴുതിയിട്ടുള്ള വ്യാഖ്യാന ഗ്രന്ഥം. ആ ഗ്രന്ഥത്തിന് പിന്നീട് മാലിക്കി മദ്ഹബുകാരനായ ഇമാം സ്വാവി ഒരു വ്യാഖ്യാനം എഴുതി. പണ്ടൊക്കെ ആലിമീങ്ങൾ ഒരു കിതാബ് എഴുതും, അതിന് വ്യാഖ്യാനം, പിന്നെ അതിന് വ്യാഖ്യാനം, അതിന് വലിയ വ്യാഖ്യാനം, അതിന് ഷോർട്ട്, ഇങ്ങനെ എഴുതലായിരുന്നു ആലിമീങ്ങൾക്ക് പണി. മാലിക്കി മദ്ഹബുകാരനായ ഇമാം സ്വാവി
ജലാലൈനിക്ക് ഒരു വ്യാഖ്യാനം എഴുതി. തഫ്സീറു സ്വാദി അലൽ ജലാലൈനി എന്നാണ് അതിന്റെ പേര്. ഇത് ഓതാത്ത ഒരു അഹ്സനി ഇല്ല, ഇത് ഓതാത്ത അഹ്സനിയാവില്ല അദ്ദേഹം. ഇത് ഓതാത്ത ഒരു ഫൈള് ഇല്ല, ഓതിയിട്ടില്ലെങ്കിൽ ഫൈള് ആവില്ല. സഹോദരന്മാരെ, ഉദവിയോ ദാരിമിയോ സഖാഫിയോ മദനിയോ ഏതാവട്ടെ ഇവരുടെ ഏതൊക്കെ ബിരുദമുണ്ടോ അവരാരും ഇത് ഓതാതെ ആ ബിരുദം നേടുന്നവരല്ല. ഓതുന്ന ആ കിതാബിൽ അവർ എഴുതി വെച്ചു, അതവർ ഓതിക്കൊടുത്തു. ഏത്? വലാ യജൂസു തഖ്യീദു മാ ഹദൽ മദാഹിബൽ അർബഅ, നാലാലൊരു മദ്ഹബ് സ്വീകരിക്കലല്ലാതെ ആ മദ്ഹബിൽ നിന്ന് പുറത്തേക്ക് ചാടൽ നമുക്ക് അനിവാര്യമല്ല, നമുക്ക് പറ്റിയ സംഗതിയല്ല, യോജിച്ചതല്ല. നാലാലൊരു മദ്ഹബിൽ ഒതുങ്ങിക്കൂടലാണ് അനിവാര്യത, അത് നിർബന്ധമാണ്. കാരണം എന്ത്? നാലാലൊരു മദ്ഹബ് എന്ന് പറഞ്ഞാൽ ഒന്നെങ്കിൽ ഷാഫി അല്ലെങ്കിൽ മാലിക് അല്ലെങ്കിൽ ഹംബലി അല്ലെങ്കിൽ ഹനഫി, ഇതിലേതെങ്കിലും ഒരു കിതാബ് പഠിച്ചിട്ട് ഏതെങ്കിലും ഒരു ആലിമിനെ ഏതെങ്കിലും ഒരു മദ്ഹബിന്റെ ഇമാമിൻ അന്ധമായി തഖ്ലീദ് ചെയ്ത് അതിന്റെ ആളായി ഇങ്ങനെ ജീവിക്കുക. അതല്ലാതെ ഈ സലഫികളെ പോലെ ഖുർആൻ എടുക്കാൻ നമുക്ക് പറ്റൂല, ഹദീസ് എടുക്കാൻ നമുക്ക് പറ്റൂല, മുൻഗാമികളുടെ സ്വഹാബികളുടെ റൂട്ട് നമുക്ക് പറ്റൂല. സലഫികൾ അങ്ങനെയാണ്, അത് പറ്റില്ല എന്നതാണ് നിങ്ങളുടെ ഇബാറത്ത് പറയുന്നത്. സഹോദരന്മാരെ, മാത്രമല്ല അങ്ങനെ പുറത്തേക്ക് ചാടിയിട്ട് മാലിക്കി മദ്ഹബിൽ നിന്ന് പുറത്തേക്ക് ചാടി പ്രമാണമായി വേറെ വല്ലതും എടുത്താൽ, ഹനഫി മദ്ഹബിൽ നിന്ന് പുറത്തേക്ക് ചാടി ഈ കിതാബുകളിൽ നിന്ന് ഒഴിവാക്കി മറ്റൊന്ന് വേറെ എടുത്താൽ, ഹംബലിയും മാലിക്കിയും ഒക്കെ പുറത്തേക്ക് ചാടിയിട്ട് വേറൊരു കാര്യം എടുത്താൽ ളാല്ലും മുളില്ലുമാകും, അഥവാ സ്വയം പിഴച്ചു പോകും, പിഴപ്പിക്കുന്നവനാകും. ഇത് ഓതി പഠിച്ച കിതാബ് പഠിച്ച ആലിമീങ്ങൾ, സഹോദരങ്ങളെ, അവരോട് ചോദിക്കും നിങ്ങൾ, അത് ഓതി പഠിക്കുന്ന മുതഅല്ലിമീങ്ങൾ ചോദിക്കൂ, നിങ്ങൾ അങ്ങനെ ഒരു കിതാബില്ലേന്ന്? തഫ്സീറു സ്വാദി അലൽ ജലാലൈനി. തീർന്നില്ല, അങ്ങനെ നിങ്ങൾ ളാല്ലും മുളില്ലുമാകുമെന്നത് മാത്രമല്ല, ളാല്ലും മുളില്ലുമാകുമെന്ന് എഴുതി വെച്ച വാദത്തെ കുറിച്ച് അവർ പറയുന്നത് വലൗ ആഫഖ ഖൗല സ്വഹാബ വൽ ഹദീസ സ്വഹീഹ വല്ലായ, ഈ മദ്ഹബ് എന്ന് പുറത്തേക്ക് ചാടിയിട്ടെടുക്കുന്ന കാര്യം ഖുർആനോട് യോജിക്കുന്നതായാലും ശരി, എടുക്കാൻ പറ്റൂല. കാരണം ഷാഫി പറഞ്ഞതിൽ ഒതുങ്ങി നിൽക്കണം. ഹദീസിനോട് യോജിച്ചാലും ശരി, എടുക്കാൻ പറ്റൂല. മാലിക് എന്താ പറഞ്ഞത്? അവിടെ ഒതുങ്ങി നിന്നോളണം. സൂറത്ത് പറഞ്ഞ പ്രശ്നമല്ല, അല്ല പറഞ്ഞ പ്രശ്നമല്ല, അതൊക്കെ മുജാഹിദീങ്ങൾക്കല്ലേ, നമ്മൾ ഇവിടെ നിന്നോളണം. ഇതാണ് കിതാബ് പഠിച്ച ആലിമീങ്ങൾ. മാത്രമല്ല സഹോദരങ്ങളെ, സ്വഹാബത്തിന്റെ വാക്ക്, അവരുടെ റൂട്ട്, അതൊക്കെ അവരവരെ വൈക്ക് പോയിക്കോട്ടെ. നമ്മൾ മദ്ഹബിൽ ഒതുങ്ങിക്കൂടാ. ഹംബലി, മാലിക്കി, ഹനഫി. സഹോദരന്മാരെ, മാത്രമല്ല ഇതൊക്കെ എഴുതി വെച്ച് അവര് പറയുന്നു, ഈ ഖുർആൻ എടുത്താൽ, ഹദീസ് എടുത്താൽ, സ്വഹാബത്തിന്റെ റൂട്ട് പരിശോധിച്ച് അങ്ങോട്ട് ചാടിയാൽ ഒരു പക്ഷേ കാഫിറായി ചാവേണ്ടി വരും. കാരണം ഖുർആനിലേക്ക് ഹദീസിലേക്ക് അതെടുക്കാൻ വേണ്ടി ബാഹ്യമായ നിലക്ക് അതിന്റെ ആശയം മനസ്സിലാക്കി അമൽ ചെയ്താൽ അത് കുഫ്രിയത്തിന്റെ അടിസ്ഥാന സ്വഭാവത്തിൽപ്പെട്ടതാണ്. അങ്ങനെ ഖുർആൻ എടുത്തുകൊണ്ട് അമൽ ചെയ്താൽ കാഫിറായി ചാവേണ്ടി വരും. ഹദീസ് മനസ്സിലാക്കി അമൽ ചെയ്താൽ കാഫിറായി ചാവേണ്ടി വരും. സ്വഹാബത്തിന്റെ റൂട്ട് മനസ്സിലാക്കി അങ്ങനെ പോയാൽ കാഫിറായി ചാകുന്ന അവസ്ഥ വരെ ഉണ്ടാകും. ഇത്ര ധൈര്യത്തിൽ ഇത് പറയാൻ കാരണം സകല ഉസ്താദുമാരും ഓതി പഠിച്ച കിതാബാണത്. അതില്ലാന്ന് സഹോദരന്മാരെ നമ്മുടെ ഉസ്താദുമാര് നിഷേധിക്കട്ടെ, ഇൻഷാ അല്ലാഹ്. ആ കിതാബിന്റെ കോപ്പി നമ്മൾ കാണിക്കേണ്ടി വരും. ഇപ്പോൾ അതിന്റെ ആവശ്യമില്ലല്ലോ സഹോദരന്മാരെ. അങ്ങനെ ഒരു കിതാബ് സുലഭമാണല്ലോ, എല്ലാ മുതഅല്ലിമീങ്ങൾക്കും ഓർമ്മ വരുന്നുണ്ടാകും. പോവട്ടെ, അങ്ങനെയുള്ള ആലിമീങ്ങൾക്ക് കൈ മേലെ കെട്ടുന്നതും താഴെ കെട്ടുന്നതുമായ വിഷയത്തിൽ അള്ളാനോട് മാത്രം തേടണോ, പടപ്പുകളോട് തേടാൻ പറ്റുമോ ഇല്ലയോ എന്ന വിഷയത്തിൽ, നിർബന്ധ നമസ്കാര ശേഷം കൂട്ട ദുആ ഉണ്ടോ അഥവാ കൂട്ടുപ്രാർത്ഥന ഉണ്ടോ ഇല്ലയോ എന്ന വിഷയത്തിൽ, തറാവീഹ് നമസ്കാരം, രാത്രി നമസ്കാരം, വിത്ർ നമസ്കാരം, തഹജ്ജുദ് നമസ്കാരം, അങ്ങനെ പല പേരിൽ അറിയപ്പെടുന്ന ആ രാത്രി നമസ്കാരം റമദാനിലോ അല്ലാത്ത കാലത്തോ 11 ഉണ്ടോ ഇല്ലയോ എന്ന വിഷയത്തിലൊക്കെ അഭിപ്രായ വ്യത്യാസമുണ്ടാകുമ്പോ മുജാഹിദിന്റെ പണ്ഡിതന്മാർക്ക് പറയാനുള്ളത് അള്ളാന്റെ ഖുർആൻ ഒന്നാമതായി തെളിവതാണ്, രണ്ടാമതായി ഹദീസാണ്, സ്വഹീഹായ ഹദീസ്,
മൂന്നാമതായി ആ ആയത്തിനെയും ഹദീസിനെയും സ്വഹാബത്ത് മനസ്സിലാക്കിയ ഫഹ്മു സ്വഹാബയാണ്. ആ റൂട്ടാണ് ഞങ്ങൾക്ക് വിശദീകരിക്കാനുള്ളത്. സഹോദരന്മാരെ, അത് കേൾക്കണ്ട, അത് അംഗീകരിക്കണ്ട, അത് പഠിക്കണ്ട എന്നതാണ് നമ്മുടെ ആലിമീങ്ങൾ പറയുന്നത്. അതുകൊണ്ട് അവരിവിടെ പഠിപ്പിക്കുന്ന കാര്യങ്ങളോ ഈ പറഞ്ഞ ഖുർആനിന് യോജിച്ചാത്തതാണ്, ഹദീസുകൾക്ക് വിരുദ്ധമാണ്, സ്വഹാബത്തിന്റെ റൂട്ടിന് വിരുദ്ധമാണ്. അതുകൊണ്ട് ഇനി വേണ്ടത് നിങ്ങൾ തീരുമാനിക്കേണ്ടതാണ്. ഞങ്ങൾ പറയുന്ന വിശ്വാസരംഗത്തെയും കർമ്മരംഗത്തെയുമുള്ള ചൂഷണങ്ങൾ ഞാൻ പറയാം. നിങ്ങൾ നോക്കൂ, 25 പ്രവാചകന്മാരെ കുറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിൽ സഹോദരന്മാരെ ചിലരുടെ ചരിത്രം ദീർഘമായി പറഞ്ഞിട്ടുണ്ട്, ചിലരെ പരാമർശിച്ചിട്ടുണ്ട്. അങ്ങനെയുള്ള അമ്പിയാക്കളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് സന്തോഷമുണ്ടായ ഘട്ടത്തിലും സന്താപമുണ്ടായ ഘട്ടത്തിലുമൊക്കെ അവർ അല്ലാഹുവിനോട് ദുആ ചെയ്തതിനെ കുറിച്ച് പറയുന്നു. ആ അമ്പിയാക്കളിൽ ഏതെങ്കിലും ഒരു നബി, ആ മുർസലീങ്ങളിൽ ഏതെങ്കിലും ഒരു റസൂല്, സഹോദരന്മാരെ, നമ്മുടെ ആലിമീങ്ങൾ പറയുന്നത് പോലെ ഹഖ് ജാ ബർക്കത്ത് കൊണ്ടൊരു തേട്ടം ഇല്ല. ഉസ്താദുമാര് പഠിപ്പിക്കുന്നത് പോലെ ഖിയാമത്ത് നാൾ വരെ നിങ്ങൾ ഖുർആൻ പരിശോധിച്ചോ, ഒരു തെളിവ് നമുക്ക് കിട്ടുകയില്ല. അതല്ലേ സലഫികളുടെ പ്രത്യേകത. ഞങ്ങൾ പറയുന്ന കാര്യം ഇതാ സഹോദരന്മാരെ, ശക്തമായ തെളിവാണ്. നിങ്ങൾക്ക് പരിശോധിക്കാം. മഹാനായ ആദം നബിയാണല്ലോ പാരമ്പര്യത്തിൽ അങ്ങേ തലയിലുള്ളത്. ഇവിടെ സംസാരിച്ച ഉസ്താദ് പറഞ്ഞു, ഇവരുടെ പാരമ്പര്യം ഏറിപ്പോയാൽ ഇബ്നു തൈമിയയിൽ പോയി അവസാനിക്കും, ഏറിപ്പോയാൽ കെ.എം. മൗലവിയിൽ പോയി അവസാനിക്കും, ഏറിപ്പോയാൽ അതാ MCC സഹോദരങ്ങളിൽ പോയി തട്ടും, അവിടെ നിന്ന് അങ്ങോട്ട് പോയാൽ ഇബ്നു അബ്ദുൽ വഹാബിൽ, അവിടെ നിന്ന് അങ്ങോട്ട് പോയാൽ ഇബ്നുൽ ഖയ്യിമിൽ, അതല്ലാതെ ഇബ്നു തൈമിയയിൽ, അതല്ലാതെ റസൂലിലേക്ക് എത്തുന്ന ശരിയായ ഒരു പരമ്പര പോലും ഇവർക്കില്ല. പിന്നെയോ നമുക്കാണ് പരമ്പരയുള്ളത്. എന്നാൽ ഈ അടിസ്ഥാനപരമായ ഒന്നാമത്തെ വിഷയത്തിൽ തന്നെ ഞങ്ങൾ പറഞ്ഞല്ലോ, ഖുർആൻ പ്രമാണമായി സ്വീകരിക്കുന്നവരാണ് നിങ്ങളെങ്കിൽ സ്വീകരിക്കേണ്ടവരാണ് നമ്മൾ. സഹോദരങ്ങളെ, അതിക്കിയായി പറഞ്ഞതുപോലും അതാണല്ലോ. അങ്ങനെയാണെങ്കിൽ ഖുർആൻ ഒന്ന് പരിശോധിക്കൂ. പാരമ്പര്യത്തിൽ ഒന്നാമത്തെ അഥവാ നമ്മുടെ പിതാവായ ആദം നബി, ഇവിടുത്തെ സുന്നികളുടെയും മുജാഹിദിന്റെയും ജമാഅത്തെ ഇസ്ലാമിയുടെയും തബ്ലീഗ് ജമാഅത്തിന്റെയും ഹൈന്ദവരുടെയും ക്രൈസ്തവരുടെയും എല്ലാവരുടെയും അതാ ഈ മനുഷ്യന്മാരുടെ പാരമ്പര്യത്തിൽ അങ്ങേ തലയിൽ ആദ്യമായി സഹോദരന്മാരെ ഉണ്ടായതാണല്ലോ ആ ആദം നബിയും ഹവ്വാ ബീവിയും. ലോകത്ത് ദുആ ചെയ്തവരിൽ ആദ്യം ദുആ ചെയ്തത് അവരാണല്ലോ. ആദ്യത്തെ സഹായതേട്ടം അവരാണല്ലോ നടത്തിയത്, ആദ്യത്തെ പ്രാർത്ഥന അവരാണല്ലോ നടത്തിയത്, ആദ്യത്തെ ഇസ്തിഗാസ അവരാണല്ലോ നടത്തിയത്. ആ ഇസ്തിഗാസ, ആ ദുആ സഹോദരന്മാരെ ആരോടാ? സലഫികൾ പറഞ്ഞതുപോലെ അല്ലാഹുവോട്. അതെവിടെയാ കാണുക? സൂറത്ത് അറാഫിൽ എന്താണത് പറഞ്ഞത്? ഖാലാ റബ്ബനാ ളലംനാ അൻഫുസനാ വഇൻ ലം തഗ്ഫിർ ലനാ വതർഹംനാ ലനകൂനന്ന മിനൽ ഖാസിരീൻ. ഞങ്ങളുടെ രക്ഷിതാവേ, ഞങ്ങളോട് അക്രമം പ്രവർത്തിച്ചിരിക്കുന്നു, ഞങ്ങളോട് തന്നെ തെറ്റ് സംഭവിച്ചിരിക്കുന്നു, ചെയ്തിരിക്കുന്നു. അതുകൊണ്ട് നാഥാ ഞങ്ങൾക്ക് പുറത്തു തരണം, ഞങ്ങളോട് കരുണ കാണിക്കണം. ഇല്ല എങ്കിൽ നഷ്ടകാര്യങ്ങളിൽ പെട്ടുപോകും നാഥാ. റബ്ബനാ എന്ന് സലഫികൾ വിളിക്കുന്നത് പോലെയല്ലാതെ നമ്മുടെ ഈക്കയിലെയോ AP-യിലെയോ അതേപോലെ തന്നെ ഹനഫിയിലെയോ സമസ്ഥാനയിലെയോ ആലിമീങ്ങൾ പറഞ്ഞുണ്ടാക്കിയിട്ടുള്ള ഹഖ് ജാ ബർക്കത്ത് കൊണ്ട് ഒരു തേട്ടം നമ്മൾ കാണുന്നുണ്ടോ? ഇല്ല. അപ്പൊ നമ്മൾ സ്വീകരിക്കേണ്ടത് പാരമ്പര്യത്തിന്റെ മതമാണ്, അത് സലഫികളുടെ മതമാണ്, ഖുർആൻ പഠിപ്പിക്കുന്ന കാര്യമാണ്, സ്വഹാബത്തിന്റെ റൂട്ടാണ്, ആദം നബിയുടെ റൂട്ടാണ്, ഹവ്വാബിയുടെ റൂട്ടാണ്. ഇരിക്കട്ടെ, അതിനുശേഷം വന്ന അമ്പിയാക്കൾ സഹോദരന്മാരെ, നീണ്ട 25 പ്രവാചകന്മാരെ കുറിച്ച് പറയുമ്പോ ആ പ്രവാചകന്മാര് സകലരും പ്രാർത്ഥിച്ചതിൽ റബ്ബന എന്ന പ്രയോഗം കാണാം, റബ്ബി എന്ന പ്രയോഗം കാണാം, അല്ലാഹുമ്മ എന്ന പ്രയോഗം കാണാം, സുബ്ഹാനക എന്ന പ്രയോഗം കാണാം. ഉസ്താദുമാരെ, ഒന്നുകൂടി മനസ്സിലാക്കിക്കോ. റബ്ബന ഞങ്ങളുടെ രക്ഷിതാവേ, റബ്ബി എന്റെ രക്ഷിതാവേ, സുബ്ഹാനക പരിശുദ്ധനായ നാഥാ, അല്ലാഹുമ്മ അല്ലാഹുവേ. ഈ 4 രീതിയിലല്ലാതെ, ഈ സലഫികൾ പറയുന്നത് പോലെയല്ലാതെ നിങ്ങൾ സാധാരണക്കാരെ പറഞ്ഞു പറ്റിക്കുന്ന ഹഖ് ജാ ബർക്കത്ത് കൊണ്ട് തേട്ടം എവിടെയടോ? സാധാരണക്കാർക്ക് പറഞ്ഞു കൊടുക്കൂ, ഖുർആനിൽ എവിടെയാണതുള്ളത്? ഹദീസിന്റെ ഗ്രന്ഥം പരിശോധിക്ക്, ഹദീസുകൾ പരിശോധിക്ക്. നമ്മുടെ നേതാവ് പഠിപ്പിച്ച ഒരുപാട് ദുആകൾ 24 മണിക്കൂറിനുള്ളിൽ ചെല്ലാനുള്ള ദിക്റുകളും ദുആകളും ഇല്ലേ? എവിടെ ഹഖ് ജാ ബർക്കത്തുണ്ട് ഒരു തേട്ടം? ഇല്ല. അതുകൊണ്ടാണ് സലഫികൾ പറയുന്നത് പാരമ്പര്യത്തിന്റെ മതത്തിലേക്ക് വാ.
ഇനി അമ്പിയാക്കൾ മാത്രമല്ല, മുർസലീങ്ങൾ മാത്രമല്ല, ചില ഔലിയാക്കൾ അല്ലാഹു പഠിപ്പിച്ചല്ലോ. അതിൽപ്പെട്ട പ്രധാന അമ്പിയാക്കൾ ഔലിയാക്കളാണ് അസ്ഹാബുൽ കഹ്ഫ്. വെള്ളിയാഴ്ച മുജാഹിദുകളും സുന്നികളും ഒക്കെ ഓതാറുണ്ടല്ലോ. ആ കഹ്ഫ് സൂറത്ത് നോക്കൂ. ആ സൂറത്തിൽ കാണാം ഔലിയാക്കന്മാരിൽ അങ്ങേയറ്റത്തെ പവറുള്ള അസ്ഹാബുൽ കഹ്ഫ്. ഒരുപാട് വർഷക്കാലം അല്ലാഹു ഉറക്കിക്കിടത്തിയ ഉറക്ക് കറാമത്തുള്ള ഔലിയാക്കൾ. സഹോദരന്മാരെ, ആ ഔലിയാക്കളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ദുആവും അല്ലാഹു പറയുന്നത് നമ്മുടെ മൗല്യമാര് പറഞ്ഞതല്ല, കാല്യമാര് പറഞ്ഞതല്ല, മുസ്ലിയാക്കന്മാര് പറഞ്ഞതല്ല. നേരെ മറിച്ച് സലഫികൾ പറഞ്ഞു തരുന്ന അല്ലാഹുവിനെ കുറിച്ചാണ്. റബ്ബന എന്ന ദുആയാണ്. എഴുതി വെച്ചോ നിങ്ങള്, ചോദിക്കൂ നിങ്ങൾ ഉസ്താദുമാരോട്. ഔലിയാക്കന്മാരുടെ നേതാക്കന്മാര് മുഴുവൻ പഠിപ്പിച്ചത്, സകല ഔലിയാക്കളും പഠിപ്പിച്ചത്, ഇസ്ലാമിൽ ഔലിയാക്കൾ പഠിപ്പിച്ചത് അതാണ്. ഇനി ബീവിമാരുടെ നേതാവല്ലേ മറിയം ബീവി, ആസിയ ബീവി. ഖുർആൻ മറിയം ബീവിയുടെ പേരെടുത്ത് പറഞ്ഞു. ഫിർഔന്റെ ഭാര്യ എന്ന ഇമ്രാത്തു ഫിർഔൻ എന്ന് മഹദിയായ ആസിയ ബീവിയെ കുറിച്ച് പരിചയപ്പെടുത്തി. ആ രണ്ട് ബീവിമാരുടെ നേതാക്കന്മാരാണ് എന്നതിൽ മുജാഹിദുകൾക്കും സമസ്തക്കാർക്കും സംശയമില്ലല്ലോ, വാദപ്രതിവാദത്തിന്റെ ആവശ്യമില്ലല്ലോ. ആ ബീവിമാര് തേടിയതും അല്ലാഹുവോട് മാത്രം. ഈ പറയുന്ന മൊത്തത്തിൽ അമ്പിയാക്കൾ, മുർസലീങ്ങൾ, ബീവിമാര്, ഔലിയാക്കളൊക്കെ തേടിയത് മുജാഹിദ് തേടുന്നത് പോലെ. അപ്പൊ മുജാഹിദുകൾ സലഫുകൾ പിഴച്ചവരാണെങ്കിൽ ഈ നിങ്ങളുടെ വാദം ഈ രീതിയിലൊക്കെ കടിഞ്ഞു പോയ ഇവരൊക്കെ പിഴച്ചവരാണോ? സാധാരണക്കാർക്ക് നിങ്ങൾ പറഞ്ഞു കൊടുക്ക്. അപ്പൊ അത് നിങ്ങളുടെ ചൂഷണമാണ്. ഈ സമൂഹത്തെ വിശ്വാസപരമായി നിങ്ങൾ ചൂഷണം ചെയ്യലാണത്. എന്നാൽ നമ്മൾ എല്ലാ നമസ്കാരത്തിലും അല്ലാഹുവോട് ദുആ ചെയ്യുന്നു. ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം സിറാത്തൽ ലദീന അൻഅംത അലൈഹിം ഗൈറിൽ മഗ്ദൂബി അലൈഹിം വലദ്ദാല്ലീൻ. നേരായ റൂട്ടിലേക്ക് ഹിദായത്ത് കൊണ്ട് അല്ലാഹ് നീ അനുഗ്രഹിച്ചവരുടെ റൂട്ടിലേക്ക്, നിന്റെ കോപത്തിന് ഇരയായവരുടെ റൂട്ടിലേക്കല്ല, പിഴച്ചുപോയ കൃഷികളുടെ റൂട്ടിലേക്കുമല്ല, അഥവാ ജൂതന്മാരുടെ ക്രിസ്ത്യാനികളുടെ റൂട്ടിലേക്കല്ല. ഈ ഹിദായത്തിന് ചോദിക്കുന്ന നമ്മൾ ക്രിസ്ത്യാനികൾ ആരാണെന്നത് അറിയണ്ടേ, ജൂതന്മാര് ആരാണെന്നത് അറിയണ്ടേ. അവരുടെ അമ്പിയാക്കൾ കഴിഞ്ഞു പോയപ്പോ, അവരുടെ മുർസലീകൾ കഴിഞ്ഞു പോയപ്പോ, അവരുടെ നേതാക്കന്മാര് കഴിഞ്ഞു പോയപ്പോ അവരുടെ കബറുകളെ ജാക്കി വെച്ച് പൊന്തിച്ചിട്ട് അതിനെന്തോ കഴിവുണ്ട്, എന്തൊക്കെയോ പ്രത്യേകതയുണ്ട് എന്ന് വിശ്വസിച്ചുകൊണ്ട് അവരെ ദുആ ചെയ്യുന്ന, അവിടെ നേർച്ച വഴിപാടുകൾ അർപ്പിക്കുന്ന, അവിടെ സുജൂദ് അർപ്പിക്കുന്ന ചൂഷണമാണ് സഹോദരന്മാരെ. അവർ ചെയ്തിട്ടുള്ളത് വമ്പിച്ച ശിർക്കും കുഫറും. അതോടൊപ്പം അവരുടെ പാവങ്ങളായ അവർക്കിടയിലുള്ള അണികളെ, പാതിരിമാര്, അച്ഛന്മാര്, പാസ്റ്റർമാര്, സഹോദരന്മാരെ, പുരോഹിതന്മാര് പണം ശേഖരിക്കുകയാണ് ചെയ്തത്. ഇതൊക്കെ മതമാണെന്ന് പഠിപ്പിച്ചിട്ട് ആ ടീമിനെ എതിരാക്കി അല്ലാഹ്. എന്നിട്ട് നിന്നെ മാത്രം വിളിച്ചു പ്രാർത്ഥിച്ച് സ്വർഗമുറപ്പായ മഹാന്മാരായ നിന്റെ അനുഗ്രഹം ലഭിച്ചവരുടെ കൂട്ടത്തിലേക്ക് അമ്പിയാക്കൾ, ഔലിയാക്കൾ, മുർസലീങ്ങൾ, സ്വാലിഹീങ്ങൾ, സിദ്ദീഖീങ്ങൾ, ശുഹദാക്കന്മാർ അവരുടെ റൂട്ടിലേക്ക് ആക്ക് അല്ലാഹ് എന്ന് ദുആ ചെയ്യുന്ന പള്ളിയിലെ ഉസ്താദിന്റെ പിന്നിലായി മഅ്മൂമായി ആമീൻ പറയുന്ന നമ്മളില്ലേ? അതേ നമസ്കാരം കഴിഞ്ഞ് തൊട്ടടുത്ത് ജാറം അറ്റാച്ച്ഡ് പള്ളിയാണെങ്കിൽ ഈ വരുന്നിടത്തുണ്ടല്ലോ വലിയത്തുള്ളാഹി ഖദീജ ബീവി റളിയല്ലാഹു തആല അൻഹ എന്നൊക്കെ എഴുതിയിട്ടൊരു ദർഗ. ആ പള്ളി ഉണ്ടല്ലോ, അതിനടുത്ത് ജാറം അറ്റാച്ച്ഡുമാണ്. ആ പള്ളിയിൽ നിന്ന് ഇറങ്ങുന്ന ആള് ഈ ബീവിയോട് സഹോദരന്മാരെ സങ്കടം പറയുന്നു. ഈ പ്രതിജ്ഞക്കെതിരല്ലേ അവിടെ നടക്കുന്നത്? അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് പ്രാർത്ഥിച്ച നമ്മൾ, അവർക്കെതിരാവണമെന്ന് പഠിപ്പിച്ച നമ്മൾ, അവരുടെ റൂട്ടിലാക്കല്ല എന്ന് പറഞ്ഞ നമ്മൾ, അവരുടെ റൂട്ടിലേക്ക് ഉസ്താദുമാർ നമ്മളെ കൊണ്ടുപോകുന്നു. അവിടെ പോയി സങ്കടം പറയുന്നു, അവിടെ പോയി നേർച്ച വഴിപാടുകൾ അർപ്പിക്കുന്നു, അവിടെ പോയി ചന്ദനത്തിരി കത്തിക്കുന്നു, ശൈഖേ ബീവി ഹോജ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് സങ്കടങ്ങൾ അവരോട് പറയുന്നു. അവിടെ ജപിച്ച എണ്ണ, ജപിച്ച നൂല്, ഏലസ്, തകിട്, സഹോദരന്മാരെ ഇത്യാദി എല്ലാ ശിർക്കുകളും സഹോദരന്മാരെ നടത്തുന്നു. അതുകൊണ്ട് അതിനെതിരെയാണ് മുജാഹിദുകൾ നിങ്ങളോട് സംസാരിക്കുന്നത്. പെരുമ്പടപ്പ് പുത്തൻപള്ളി ജാറം എന്ന് പറയുന്ന മലപ്പുറം ജില്ലയിൽ ഒരു ജാറമുണ്ട്. ഏറ്റവും കൂടുതൽ കേരളത്തിൽ ജാറമുള്ളത് കാസർഗോഡാണ്. രണ്ടാമത് വയനാട് ജില്ലയാണ്. അത് കഴിഞ്ഞാൽ പിന്നെ കൊല്ലം ജില്ലയാണ് സഹോദരന്മാരെ. അങ്ങനെ നോക്കുമ്പോ മലപ്പുറം ജില്ലയിലും ചില ജാറങ്ങളുണ്ട്. ആ ജാറങ്ങളിൽപ്പെട്ട ഞാൻ പറഞ്ഞ പെരുമ്പടപ്പ് പുത്തൻപള്ളി ജാറം, അവിടുത്തെ ഷെയ്ഖിന്റെ കറാമത്ത് എന്താ? മരിക്കോളം ഷെയ്ഖിന്റെ കാല് വളഞ്ഞിട്ടായിരുന്നു. മരിക്കാൻ നേരത്തെ കാല് നീട്ടി. മലക്കുൽ മൗത്തിനെ കണ്ട ആരും നീട്ടും കാല്. അത് കറാമത്തായി കൊണ്ട് നടക്കുക.
സഹോദരന്മാര് മാത്രമല്ല, അവിടെ കമ്മിറ്റിക്കാര് തമ്മിൽ, ജാറ കമ്മിറ്റിക്കാര് തമ്മിൽ തർക്കം. ഇപ്പോഴുള്ള ഈ കമ്മിറ്റി ഇങ്ങനെ പോയാൽ ശരിയല്ല, ഭരണം മാറണം. മാറിയാലോ യാസീൻ കാശ് കൂട്ടും. വലിയ സേവനമായിട്ട് അവർ എഴുതി വെച്ചതാണ്, യാസീൻ കാശ് കൂട്ടും. ഇപ്പൊ ഉസ്താദുമാരെ കൊണ്ട് അവിടെ ചൊല്ലിപ്പിച്ച് 20 രൂപക്കാണ് ഉസ്താദുമാര് ചൊല്ലിയതെങ്കിൽ 20 രൂപക്ക് ചൊല്ലാൻ ഇപ്പൊ മുസ്ലിയാക്കന്മാരെ കിട്ടൂല. പ്രത്യേകിച്ച് AP വിഭാഗം അവരൊക്കെ മുടി ഇങ്ങനെ വിറ്റുകൊണ്ടിരിക്കല്ലേ. ഇൻഷാ അല്ലാഹ് അതിലേക്ക് വരുന്നുണ്ട്. സഹോദരന്മാരെ, 40ഓ 50ഓ 100ഓ രൂപക്കാണ് ഒരു യാസീനോദി ഊതിക്കൊടുത്തതെങ്കിൽ അത് കമ്മിറ്റിക്കാര് വിൽക്കുന്നത് 200 രൂപക്കാണ്. അത് പോരാ. ഞങ്ങളുടെ ഭരണം വന്നാൽ ഇപ്പൊ കൊടുക്കുന്ന 200 രൂപക്കുള്ളത് 300 രൂപക്ക് വിൽക്കും. അപ്പോഴും ചൂഷണം അല്ലേ സഹോദരന്മാരെ? ഇങ്ങനെ എല്ലാം ചൂഷണം ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകളോട് മുജാഹിദ് പ്രസ്ഥാനം പറയുന്നു, ശരിയല്ല, നിർത്തണം, ഈ ചൂഷണം അവസാനിപ്പിക്കണം. മാത്രമല്ല സഹോദരന്മാരെ, നിങ്ങൾ നോക്കൂ, അമ്പിയാക്കളുടെ, ഔലിയാക്കളുടെ, ബീവിമാരുടെ, മഹത്തുക്കളുടെ പേര് പറഞ്ഞുകൊണ്ട് കറാമത്തിന്റെ പേരിൽ, മുഅ്ജിസത്തിന്റെ പേരിൽ ഈ സമുദായത്തെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി കുൽസിതമായ പല ശ്രമങ്ങളും അവർ നടത്തിക്കൊണ്ടിരിക്കുന്നു. അതിന്റെ ഉദാഹരണമാണ് അവരോടുള്ള നേരിട്ടുള്ള ദുആ. അതിനെക്കുറിച്ച് ഇവിടെ നടന്ന മുഖാമുഖത്തിൽ ഒരു സഹോദരൻ ചോദ്യം ചോദിച്ചപ്പോ മുജാഹിദ് പ്രസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം അവര് പരിഭാഷയിൽ കൃത്രിമം നടത്തിയതാണ് എന്നാണ് നൗഷാദ് അഹ്സനിയുടെ ഒരു കമന്റ്. എന്താ ആയത്ത്? ഇയ്യാക നഅബുദു വ ഇയ്യാക നസ്തഈൻ. അല്ലാഹുവേ, നിന്നെ മാത്രം ഞങ്ങൾ ആരാധിക്കുകയും നിന്നോട് മാത്രം ഞങ്ങൾ സഹായം തേടുകയും ചെയ്യുന്നു എന്നതല്ലേ നമ്മുടെ പ്രതിജ്ഞ. അതിനെതിരല്ലേ ഉസ്താദ് ജാറത്തിങ്ങൽ പോയി ചെയ്യുന്നത്? അപ്പൊ പ്രാർത്ഥന മറ്റുള്ളവരോടാകുമ്പോൾ അത് ശരിയല്ലല്ലോ എന്ന് ചോദിച്ചപ്പോ അത് മുജാഹിദ് പരിഭാഷയിൽ കൃത്രിമം നടത്തിയതാണ്, അവര് പരിഭാഷയിൽ തെറ്റിച്ചു കൊടുത്തതാണ് എന്നാണ് നൗഷാദ് അഹ്സനി പറഞ്ഞു വിട്ടത്. എന്നാ സഹോദരന്മാരെ, ഞാൻ ഈ വായിക്കുന്ന കിതാബ് TK അബ്ദുള്ള മൗലവിയുടെ തഫ്സീറാണ്. ഖുർആൻ മലയാള പരിഭാഷയിൽ TK അബ്ദുള്ള മുസ്ലിയാർ എഴുതിയിട്ടുള്ളത് ഇയ്യാക നഅബുദു വ ഇയ്യാക നസ്തഈൻ എന്ന ആയത്തിന് അദ്ദേഹം അർത്ഥം കൊടുക്കുന്നത് നോക്കൂ. നിനക്ക് മാത്രം ഞങ്ങൾ ആരാധന ചെയ്യുന്നു, നിന്നോട് മാത്രം ഞങ്ങൾ സഹായം അർപ്പിക്കുകയും ചെയ്യുന്നു. അപ്പൊ ഈ അർത്ഥം തെറ്റിച്ചു കൊടുത്തത് മുജാഹിദാണോ? നിങ്ങളുടെ പണ്ഡിതൻ അതേ TK അബ്ദുള്ള മൗലവി എന്ന് പറയുന്ന മുസ്ലിയാര് അതാ തഫ്സീറുൽ ഖുർആൻ എന്ന് പറയുന്ന മലയാള പരിഭാഷയിൽ അദ്ദേഹത്തിന്റെ പരിഭാഷയിൽ സൂറത്തുൽ ഫാത്തിഹക്ക് അദ്ദേഹം അർത്ഥം കൊടുത്തപ്പോ ആ മാത്രം എന്ന് മുജാഹിദ് പറയുന്ന വാദം നിങ്ങളും എഴുതി വെച്ചിട്ടുണ്ട്. ഈ തഫ്സീറിൽ മാത്രമല്ല, പല തഫ്സീറുകളിലും നിങ്ങൾ എഴുതിയിട്ടുണ്ട്. എന്നാൽ മാത്രം എന്ന് കട്ട തഫ്സീറുകളും നിങ്ങളിൽ തന്നെ ഉണ്ട്. മുസ്തഫൽ ഫൈസി എന്ന് പറയുന്ന പലിശ ഫൈസി ഉണ്ടല്ലോ, മുമ്പ് പലിശ ഹലാലാക്കിയ ഫൈസി, ഇപ്പൊ യഥാർത്ഥ സമസ്തയിലേക്ക് പലിശ ഹറാം എന്ന് പറഞ്ഞ് തിരിച്ചു വന്ന ഫൈസി, അയാളുടെ പരിഭാഷയിൽ മാത്രം എന്നത് കാണുന്നില്ല. അങ്ങനെ മാത്രം കട്ടവര് നിങ്ങളാണ്, യഥാർത്ഥത്തിലുള്ളത് എഴുതി വെച്ചത് ഞങ്ങളാണ്. ഞങ്ങൾ എഴുതിയതുപോലെ നിങ്ങളും എഴുതിയിട്ടുണ്ട് സഹോദരന്മാരെ. അപ്പൊ പരിഭാഷയിൽ തിരിമറി നടത്തി എന്ന വാദം യഥാർത്ഥത്തിൽ മുജാഹിദിനെതിരെ നിങ്ങൾ പറഞ്ഞത് ശരിയല്ല. മഗ്രിബ് നമസ്കാരത്തിന് വേണ്ടി അല്പസമയം നമ്മൾ പിരിയുകയാണ്. സഹോദരന്മാരെ, ആത്മീയവൽക്കരിക്കുന്ന, ചൂഷണവൽക്കരിക്കുന്ന ആത്മീയതക്കെതിരെ, വാണിജ്യവൽക്കരിക്കുന്ന ആത്മീയതക്കെതിരെ എന്ന വിഷയത്തിൽ ഇൻഷാ അല്ലാഹ് തുടർന്ന് ചില കാര്യങ്ങൾ മഗ്രിബിന് ശേഷം ഗൗരവമായി നമുക്ക് സംസാരിക്കേണ്ടതുണ്ട്. ഈ ശബ്ദം കേൾക്കുന്ന എല്ലാവരെയും ആ പരിപാടിയിലേക്ക് ശ്രദ്ധിക്കണമെന്ന് ഉണർത്തിക്കൊണ്ട് തൽക്കാലം നമ്മുടെ പരിപാടി ഇവിടെ അവസാനിപ്പിക്കുകയാണ്. വആഖിറു ദഅവാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. പ്രിയമുള്ള സഹോദരി സഹോദരങ്ങളെ, നല്ലവരായ ശ്രോതാക്കളെ, നമ്മുടെ പരിപാടി തുടരുകയാണ്. ബഹുമാന്യരായ നിയമപാലകർ നമുക്ക് നിശ്ചയിച്ച സമയത്തിനുള്ളിൽ പരിപാടി വളരെ ചുരുക്കി അവതരിപ്പിക്കേണ്ടതുകൊണ്ട് തന്നെ നമ്മുടെ LCD ക്ലിപ്പിംഗിലേക്ക് കടക്കുകയാണ്. ആമുഖമായി ഞാൻ പറഞ്ഞു വന്ന കാര്യങ്ങൾ നിങ്ങളുടെ ശ്രദ്ധയിലുണ്ടാവണം.
സഹോദരന്മാരെ, ഈ സമുദായത്തിൽ വിശ്വാസപരമായും കർമ്മപരമായും ചൂഷണങ്ങൾ നടക്കുന്നു. അത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളോട് മുൻകൂട്ടി പറഞ്ഞ ജൂതന്മാരെ, ക്രിസ്ത്യാനികളെ, മുശ്രിക്കീങ്ങളെ ചാണിന് ചാണായി മുഴത്തിന് മുഴമായി പിൻപറ്റുക തന്നെ ചെയ്യും. മുശ്രിക്കീങ്ങളോട് ചേരുന്ന ഒരു ഖൗമ് ഇതിൽ നിന്ന് ഉണ്ടാകുമെന്ന് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. അതാര് എന്നത് വളരെ കൃത്യമായി മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു ക്ലിപ്പാണ് ആദ്യം നിങ്ങൾ കാണുന്നത്. ഉത്തരദേശം പത്രത്തിലെ, പ്രത്യേകിച്ച് ഈ ഭാഗത്തുള്ള ആളുകൾക്ക് ഏറെ പരിചയമുള്ള ഉത്തരദേശം ദിനപത്രത്തിലെ ഇക്കഴിഞ്ഞ 23-ാം തീയതി ശനിയാഴ്ച വാർത്തയായി വന്ന 1-ാം പേജിലെ തന്നെ വാർത്ത നമ്മുടെ നേതാവ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രവചിച്ച കാര്യം സത്യമായി പുലർന്നു എന്നതാണ്. നുള്ളിപ്പാടി ശ്രീ അയ്യപ്പ സ്വാമി ക്ഷേത്രത്തിലേക്ക് മുസ്ലിം സൗഹൃദവേദിയുടെ ആഭിമുഖ്യത്തിൽ സൗഹൃദയാത്ര നടത്തുന്നു എന്ന് പറഞ്ഞിട്ട് അതിന്റെ വാർത്ത പേജ് 8-ൽ എന്ന് പറഞ്ഞൊരു ചിത്രം കൊടുത്തു. അതാണ് ഇപ്പോൾ നിങ്ങൾ സ്ക്രീനിൽ കാണുന്നത്. സമസ്തയിലെ ഒരു ആലിമാണ്. അദ്ദേഹം ഒരു മസ്ജിദിലെ ഇമാമ കൂടിയാണ്. അദ്ദേഹത്തിനെ കുറിച്ച് ആ വാർത്തയിൽ 8-ാം പേജിൽ വന്ന ഭാഗം ഞാൻ വായിച്ചു കേൾപ്പിക്കാം. ശ്രീ അയ്യപ്പ പ്രതിഷ്ഠ നാളെ മനസ്സിനെ കുളിരായി പള്ളിയിൽ നിന്ന് ക്ഷേത്രത്തിലേക്ക് സൗഹൃദയാത്ര. കാസർഗോഡ് വർഗീയ സംഘർഷങ്ങൾ മുറിവേൽപ്പിച്ച കാസർഗോഡിന്റെ മനസ്സിനെ കുളിർമയേകി നുള്ളിപ്പാടി ശ്രീ അയ്യപ്പ സ്വാമി ക്ഷേത്രത്തിലേക്ക് നുള്ളിപ്പാടി മൊഹീദ്ദീൻ ജുമാ മസ്ജിദിൽ നിന്ന് സൗഹൃദയാത്ര നടത്തി. നാളെ പ്രതിഷ്ഠ ബ്രഹ്മകലോത്സവം നടക്കുന്ന ക്ഷേത്രത്തിലേക്ക് വെള്ളിയാഴ്ച ജുമാ നമസ്കാരം കഴിഞ്ഞാണ് കലവറയിലേക്ക് അരിയുമായി സൗഹൃദ സംഘം എത്തിയത്. നിസ്കാരം കഴിഞ്ഞ് വെളിപ്പാടകലയുള്ള ക്ഷേത്രത്തിലേക്ക് ഘോഷയാത്രയായി എത്തിയ സംഘം ശബരിമല അയ്യപ്പനും സതീർത്ഥന്മാരും തമ്മിലുള്ള സ്നേഹ സൗഹൃദത്തിന്റെ ഓർമ്മകൾ ഉണർത്തി ക്ഷേത്ര പരിസരത്ത് സൗഹൃദ സംഘത്തെ വരവേറ്റവർ വല്ലാത്ത അനുഭൂതി പൂണ്ടു. നുള്ളിപ്പാടി ജുമാ മസ്ജിദ് ഇമാം TM ഹംസ സക്കാഫി. അടിവരയിട്ട് മനസ്സിലാക്കണം, ഇവിടെ വന്ന അഹ്സനിയുടെ, ഇവിടെ വന്ന സക്കാഫിമാരുടെ, ഇവിടെ വന്ന പണ്ഡിതന്മാരുടെ കൂട്ടത്തിലുള്ള നുള്ളിപ്പാടി ജുമാ മസ്ജിദ് ഇമാം TA ഹംസ സക്കാഫി, MA അബ്ദുള്ള മൗലവി, A ആതിബ്, TH അബ്ദുറഹ്മാൻ, ഡോക്ടർ മുസ്തഫ, മുഹമ്മദ് മുബാറക് ഹാജി തുടങ്ങിയ ഈ പറയുന്ന ആളുകളൊക്കെ ആ ഘോഷയാത്രയിൽ അവരിലേക്ക് കാണിക്ക അർപ്പിക്കാൻ വേണ്ടി അമ്പലത്തിലേക്ക് എത്തി എന്നത് ഖേദകരമായ ഒരു വാർത്തയായി നമ്മൾ വായിക്കേണ്ടതുണ്ട്. സഹോദരന്മാരെ, ഉത്തരദേശം പത്രത്തിൽ വന്നത് പച്ചയായ ഒരു യാഥാർത്ഥ്യമാണ്. ആമുഖമായി ഞാൻ പറഞ്ഞ സംഗതി, ഈ സമുദായത്തിലെ ആലിമീങ്ങൾ പോലും വിശ്വാസപരമായും കർമ്മപരമായും വഴിതെറ്റുന്നു, സമൂഹത്തെ വഴിതെറ്റിപ്പിക്കുന്നു, ചൂഷണം ചെയ്തുകൊണ്ടിരിക്കുന്നു. അതേപോലെ തന്നെ കാരവൽ പത്രത്തിൽ പിന്നീട് വന്ന ഒരു വാർത്തയാണ്, ഉദ്യാവൽ അരസു മഞ്ജുഷ്ണാർ ക്ഷേത്ര ഉത്സവത്തിൽ അണ്ണ തമ്മ ദൈവങ്ങളുടെ പ്രതിനിധികൾ 1000 പേർ ജമാഅത്ത് പള്ളിയിലെത്തി ഭാരവാഹികളെ ക്ഷണിക്കുന്നു. അപ്പൊ അവരും ഇവരും ഹൈന്ദവരും നമ്മുടെ സമുദായത്തിലെ ഏതാനും ഖത്തീബുമാരും ഇമാമുമാരും അടക്കമുള്ള നേതാക്കന്മാർ സാധാരണക്കാരെ കൊണ്ട് സാമുദായിക ഐക്യമെന്ന പേരിൽ മതസൗഹാർദ്ദം, മതലയനം ഈ കേരളക്കരയിൽ നടക്കുമ്പോ മുശ്രിക്കീകളോട് ചേരും എന്നതിന്റെ പച്ചയായ ചില യാഥാർത്ഥ്യങ്ങളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. സഹോദരന്മാരെ, സംഗതി അവിടെ മാത്രം നിൽക്കുന്നില്ല. ഇനി നമ്മൾ കാണാനിരിക്കുന്ന ചില പ്രത്യേകമായ ക്ലിപ്പുകൾ ഞാൻ ആവർത്തിച്ചു പറഞ്ഞതുപോലെ കല്ലിനെയും മരത്തെയും ഖബറുകളെയും ഒക്കെ ആരാധിക്കുന്നത് ഞാൻ പറഞ്ഞല്ലോ വിശ്വാസപരമായ അബദ്ധമാണെന്നും വഴിതെറ്റലാണെന്നും അതിലൂടെ പണ്ഡിതന്മാര് ചൂഷണം ചെയ്യുകയാണെന്നത് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. അത് ഈ സമൂഹത്തോട് തുറന്നു കാണിക്കുമ്പോ മുജാഹിദ് പ്രസ്ഥാനത്തിനെതിരെ പ്രത്യേകിച്ച് ഈ പ്രദേശത്തു നടന്ന മുഖാമുഖത്തിലെ ആമുഖ സംസാരത്തിൽ
മുസ്ലിയാർ സംസാരിക്കുന്ന ഭാഗം നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക. ദിവസങ്ങൾക്ക് മുമ്പ് ഇവിടെ ഒരു സലഫി പ്രഭാഷകൻ വന്ന് സുന്നത്ത് ജമാഅത്തിന്റെ ആത്മാവിലേക്കിറങ്ങി നിശിതമായ വിമർശനങ്ങളും ആക്ഷേപങ്ങളും അഴിച്ചുവിട്ടപ്പോ മനസ്സു നൊന്ത ഒരു കൂട്ടം മതബോധമുള്ള ചെറുപ്പക്കാരുടെ മനസ്സിലുദിച്ച ആശയമാണ് അഹ്ലു സുന്നത്തി വൽ ജമാഅയുടെ അനുയായികളായ വ്യത്യസ്ത സംഘടനകളിൽ പ്രവർത്തിച്ചു വരുന്ന ആളുകളെ ഒരു സ്റ്റേജിന്റെ കീഴിൽ അണിനിരത്തുക. ആ അടിസ്ഥാനത്തിൽ ഒരളവോളം അൽഹംദുലില്ലാഹ് വിജയിച്ചിരിക്കുന്നു ഈ സദസ്സിൽ എന്നിവിടെ ഓർമ്മപ്പെടുത്തുകയാണ്. വിശുദ്ധമായ ദീനുൽ ഇസ്ലാമിനെ ആക്ഷേപിക്കുകയും വിമർശിക്കുകയും ചെയ്തുകൊണ്ട് ആരെങ്കിലും ഇവിടെ വന്ന് പ്രസംഗിച്ചാൽ, ഞങ്ങളൊക്കെ വ്യത്യസ്ത സംഘാടകരാണെങ്കിലും വ്യത്യസ്തങ്ങളായ സംഘടനാ ചാനലുകളിലൂടെ പ്രവർത്തിക്കുന്നവരാണെങ്കിലും ആദർശത്തിന്റെ വഴിയിൽ ഞങ്ങൾ ഒരു ഉമ്മപെറ്റ മക്കളാണ് എന്ന് ഈ സായാഹ്ന നേരത്ത് ഇവിടെ ഞങ്ങൾ തെളിയിച്ചിരിക്കുകയാണ്. ഇൻഷാ അല്ലാഹ് ഇനിയും ഇത് ഉപ്പളയിൽ ഒരു തുടക്കം മാത്രമാണ്. കാസർഗോഡ് ജില്ലയുടെ ഈ ഉത്തര ഭാഗത്ത് സലഫി പ്രസ്ഥാനവും ജമാഅത്തെ ഇസ്ലാമിയും തബ്ലീഗ് ജമാഅത്തുമൊക്കെ അവരുടേതായ വഴികളിലൂടെ പ്രവർത്തിച്ചു വരുമ്പോ ഇൻഷാ അല്ലാഹ് ഹുസൻകടിയിലും കുഞ്ചത്തൂരിലും മഞ്ചേശ്വരത്തും അത് കഴിഞ്ഞാൽ കുമ്പളയിലും അപ്പുറത്ത് കാസർഗോഡുമൊക്കെ ഇതേ രീതിയിൽ ഒരുമയോടെ മമതയോടെ എല്ലാ സംഘാടകരെയും ഒരു കുടക്കീഴിൽ അണിനിരത്തിക്കൊണ്ട് വിശുദ്ധമായ സുന്നത്ത് ജമാഅത്തിന്റെ യഥാർത്ഥമായ രൂപം സാധാരണക്കാർക്ക് വിശദീകരിച്ചു കൊടുക്കുവാനുള്ള സദസ്സുകൾ അല്ലാഹുവിന്റെ അനുഗ്രഹത്തോടുകൂടെ ഞങ്ങൾ സംഘടിപ്പിക്കാൻ തീരുമാനിച്ചിരിക്കുന്നു. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് അതിനെ നമ്മെ സഹായിക്കുമാറാകട്ടെ എന്നിവിടെ നമുക്ക് ദുആ ചെയ്യാം. സഹോദരന്മാരെ, ഒരു ഉമ്മ പെറ്റ മക്കളെ പോലെ സലഫികളെ എതിർക്കാൻ ഞങ്ങൾ റെഡിയാണ് എന്നാണ് അദ്ദേഹം പറഞ്ഞു വന്നിട്ടുള്ളത്. നമ്മൾ കാണുന്ന ഈ ഏതാനും ക്ലിപ്പുകൾ ഇവർ തമ്മിൽ തന്നെ, പ്രത്യേകിച്ച് മുടിയുടെ ഷാറെ മുബാറക്കിന്റെ വിഷയത്തിൽ തന്നെ വിശ്വാസപരമായ കാര്യത്തിൽ സംഘടനാ വ്യത്യാസമുണ്ടെങ്കിലും വിശ്വാസപരമായ കാര്യത്തിൽ തന്നെ നിങ്ങൾ തമ്മിൽ തന്നെ അഭിപ്രായ വ്യത്യാസമാണ് എന്നത് ഇൻഷാ അല്ലാഹ് ഞാൻ ബോധ്യപ്പെടുത്തും. മൊത്തത്തിൽ വീണ്ടും അദ്ദേഹം ഒന്നുകൂടി ആവർത്തിച്ചു പറയുന്നു, ഞങ്ങൾ ഒന്നാണ്. ഈ സലഫികളെ സംബന്ധിച്ചിടത്തോളം ഇവരുടെ ഏർപ്പാടുകൾ ഇതാണ് എന്ന് പറഞ്ഞിട്ട് മുജാഹിദുകളെ മോശമാക്കാനുള്ള ആമുഖ സംസാരത്തിന്റെ മറ്റൊരു ഭാഗവും കൂടി നിങ്ങൾ ശ്രദ്ധിക്കുക. വളരെ പെട്ടെന്ന് നമ്മൾ വിഷയം പറഞ്ഞു പോവുകയാണ്. കാരണം സംഘടനകൾ വ്യത്യസ്തമാകാം. ആ സംഘടനകളുമായി മുമ്പോട്ട് പോകുമ്പോൾ പരസ്പരം ഞങ്ങൾ സംഘടനകൾ തമ്മിൽ ആശയങ്ങൾ കൈമാറുകയോ അല്ലെങ്കിൽ ആക്ഷേപിക്കപ്പെടുകയോ ചെയ്തേക്കാം. പക്ഷേ ആദർശത്തിന്റെ വഴിയിലെത്തുമ്പോ അഹ്ലു സുന്നത്തി വൽ ജമാഅ അതിന്റെ പ്രചാരകരായാണ് ഞങ്ങളെല്ലാം ഇവിടെ ജീവിച്ചു പോകുന്നത്. മൗലിദായാലും റാത്തിബായാലും സ്വലാത്തായാലും ദിക്ർ ഹൽഖയായാലും അല്ലാഹുവിന്റെ ഔലിയാവിനോടുള്ള കൂറായാലും ആദരവായാലും ആ വഴിയിൽ അഹ്ലു സുന്നത്തി വൽ ജമാഅ അനുഷ്ഠിച്ചാദരിച്ചു പോകുന്ന ഏതേത് ചെറിയ കാര്യങ്ങളായാലും അണു അളവ് ആ വഴിയിൽ നിന്ന് പിന്തിരിയാൻ ലോകാവസാനം വരെ ഞങ്ങൾ ഒരിക്കലും തയ്യാറല്ല എന്ന് ഇവിടെ വളരെ അർത്ഥശങ്കയ്ക്കിടമില്ലാത്ത വിധം പ്രഖ്യാപിക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുകയാണ്. സുഹൃത്തുക്കളെ, അപ്പൊ അണു അളവ് വ്യത്യാസമില്ലാതെ ആദർശപരമായ വിഷയത്തിൽ ഞങ്ങൾ ഒന്നാണ്, സംഘടനാപരമായ ചില തർക്കങ്ങൾ മാത്രമേ ഉള്ളൂ എന്നത് അദ്ദേഹം ഉച്ചസ്വരം പ്രഖ്യാപിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അതിൽ അടിസ്ഥാനപരമായി ആദ്യമായി അദ്ദേഹം എടുത്തു പറഞ്ഞത് മാലകൾ എന്നതാണ്. നിങ്ങൾ നോക്കൂ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സംബന്ധിച്ചിടത്തോളം എഴുതിയുണ്ടാക്കിയിട്ടുള്ള മദ്ഹ് പാട്ട്, പ്രവാചകനെ പുകഴ്ത്തുക എന്ന പേരിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് പറഞ്ഞു പോന്ന ആ വരികളിൽ തന്നെ അത് അബദ്ധമാണ്. പല അബദ്ധങ്ങൾ ഉള്ളതിൽ ഒരു അബദ്ധമാണ് എന്നത് നമുക്ക് ബോധ്യപ്പെടും. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച്
നിങ്ങൾ തന്നെ എഴുതി വെച്ച വരികളിൽ നമുക്ക് കാണാൻ സാധിക്കും സഹോദരന്മാരെ. പച്ചയായി എഴുതി വിട്ടു പ്രവാചകനെ കുറിച്ച്. അബൂ ലഹബ് അഥവാ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശത്രു, ഇസ്ലാമിന്റെ ശത്രു, അതേപോലെ തന്നെ അബൂ ജഹൽ, ഉത്ബ, ഷൈബ, വലീദ്, മുഗീറ പോലുള്ള ആളുകളുടെ കൂടെ സഹോദരന്മാരെ അണിനിരക്കുന്ന ആളുകൾക്കെതിരായി മുജാഹിദ് പ്രസ്ഥാനത്തെ പോലെ അന്ന് ആഞ്ഞു വീശിയ തൗഹീദിന്റെ വക്താക്കളിൽ നേതാവ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം, ആ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതല്ല ഈ മാലകളും മൗലിദുകളും. എന്നാൽ അടിസ്ഥാനപരമായി ഞങ്ങൾ വിശ്വാസരംഗത്ത്, കർമ്മരംഗത്ത്, പ്രത്യേകിച്ച് മാലയിലൊക്കെ ഒരേ വിഭാഗക്കാരാണെന്ന് പറയുമ്പോ നിങ്ങൾ എല്ലാവരും പേറി നടക്കുന്ന മാലകളിൽ ഒരു ചെറിയ വരിയാണ് അബ്ദുൽ മുത്തലിബ്, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വല്ലുപ്പ. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പ്രസവിച്ച സന്ദർഭത്തിൽ അതാ ആ കുഞ്ഞിനെ കഅബാലയത്തിനരികിലേക്ക് കൊണ്ടുപോയിട്ട് പാടുന്ന ഒരു രംഗം നിങ്ങളുടെ മൗലിദിന്റെ കിതാബിലുണ്ട്. അൽഹംദുലില്ലാഹില്ലദീ അഅ്താനി അദൽ ഗുലാമ സയ്യിദൽ അർദാനി എന്ന് പറഞ്ഞിട്ട് ആ കുഞ്ഞിന്റെ പ്രത്യേകത, മുഹമ്മദ് നബിയുടെ പ്രത്യേകതയെ കുറിച്ച് ഹംദൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പാടുന്ന കൂട്ടത്തിൽ കാണാം അന്തല്ലദീ സുമ്മിത ഫിൽ ഖുർആനി, മോനെ നീ തന്നെയാണ് ഖുർആനിൽ പേര് പറയപ്പെട്ട മോനെ. മുഹമ്മദ് എന്ന് പേര് പറയപ്പെട്ട മോനാണ്, ഈ ഖുർആനിൽ പറഞ്ഞ മോനാണ് ട്ടോ. സമസ്തക്കാരാ, ആരാണിത് പാടുന്നത്? അബ്ദുൽ മുത്തലിബാണ്. ആരുടെ വിഷയത്തിലാണ് പാടുന്നത്? മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരിലാണ്. എന്നാൽ എപ്പോഴാണ് അബ്ദുൽ മുത്തലിബ് ഖുർആൻ കാണുന്നത്? റസൂലുള്ളാഹി ജനിച്ചപ്പോ തന്നെ ഖുർആൻ ഉണ്ടോ? നിങ്ങൾ അടിസ്ഥാനപരമായി ഞങ്ങൾ വിശ്വാസ രംഗത്ത് ഞങ്ങൾ കാത്തു സൂക്ഷിക്കുന്ന മാല അത് പ്രമാണമാണെന്നും ശരിയാണെന്നും സ്ഥാപിക്കാനല്ലേ ആമുഖ പ്രഭാഷണത്തിൽ നിങ്ങൾ ശ്രമിച്ചത്? അത് ഈ ഒരു വരിയോടുകൂടി തന്നെ ആ മാലകളിൽ അബദ്ധങ്ങളുണ്ട് എന്നതിന് ഒരൊറ്റ സാമ്പിൾ മാത്രമാണ് ഞാൻ തന്നത്. അബ്ദുൽ മുത്തലിബ് പ്രവാചകൻ